വെൽക്കം ടു സ്റ്റഡി നിഫ്റ്റി മലയാളം. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കറണ്ട് റേഷ്യോ ആൻഡ് ക്വിക്ക് റേഷ്യോ എന്നുള്ളതാണ് കേട്ടോ. അതും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ ഒരു മെട്രിക്കാണ് കറണ്ട് റേഷ്യോ ക്വിക്ക് റേഷ്യോ എന്നാൽ എന്ത് എന്നുള്ളത്. അപ്പോൾ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? കറണ്ട് റേഷ്യോ. അപ്പോൾ കറണ്ട് അസറ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഓരോ കമ്പനീസിൻ്റെ കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റീസ് എന്ന് കേട്ടിട്ടുണ്ടാവും. സോ ഇതിൻ്റെയൊക്കെ ഒരു മിക്സ് തന്നെയാണ്. നമ്മൾ കുറച്ച് ഷോർട്ട് കട്ടായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കറണ്ട് റേഷ്യോ തന്നെ ആദ്യം എടുക്കാം. കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് ഇപ്പോൾ കമ്പനിയുടെ അസറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയായിരിക്കും? ക്യാഷ്, എത്ര കമ്പനിയുടെ എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിൽ എത്ര എമൗണ്ട് ക്യാഷ് ഓർ ക്യാഷ് ഇക്വലൻ്റ് ആയിട്ടുള്ള അസറ്റുകൾ എത്ര കയ്യിലുണ്ട് എന്നുള്ളത് ഒരു പോയിൻ്റ്. സോ രണ്ടാമത് എന്തായിരിക്കും? റിസീവബിൾസ്. ഇപ്പോൾ പ്രോഡക്റ്റൊക്കെ ക്ലയൻറ്റിന് സപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അവിടെ നിന്ന് ഓൾറെഡി സെയിൽ കഴിഞ്ഞു, പക്ഷെ പേയ്മെൻറ്റ് വരാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന പീരിയഡിനെയാണ് റിസീവബിൾസ് എന്ന് പറയുന്നത്. അക്കൗണ്ട്സ് റിസീവബിൾസ് എന്ന് പറയും. ഓക്കെ, നമ്മൾ സെയിൽ ചെയ്തു. കമ്പനി സർവ്വസാധാരണമാണ് അല്ലേ? ചെറിയ ഷോപ്പുകൾ മുതൽ വലിയ കമ്പനീസ് വരെ എന്തുണ്ടാവും? അവർ ക്ലയൻറ്റിന് എന്ത് ചെയ്യുന്നു? സപ്ലൈ ചെയ്യും. പ്രോഡക്റ്റൊക്കെ സപ്ലൈ ചെയ്യും. നേരത്തെ എഗ്രി ചെയ്ത റേറ്റിലൊക്കെ ആയിരിക്കും സപ്ലൈ ചെയ്തിരിക്കുക. പക്ഷേ അതിൻ്റെ ക്യാഷ് വരാൻ ഓൾറെഡി വരവ് വെച്ചിട്ടുണ്ട്, പക്ഷേ ക്യാഷ് വന്നിട്ടില്ല എന്നുള്ള സാഹചര്യം ഉണ്ടാവില്ലേ? അതിനെയാണ് റിസീവബിൾസ് എന്ന് പറയുന്നത്. അതും ഒരു അസറ്റ് തന്നെയാണ്. ഓക്കെ, മൂന്നാമത് ഇനി എന്താ വരിക? കറണ്ടായിട്ടുള്ള ഇപ്പോൾ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇതേ കമ്പനി തന്നെ വേറെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് രീതിയിലൊക്കെ ഫണ്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത്തരം അസറ്റ്സിനെയും എന്ത് പറയാം? അവരുടെ കറണ്ട് അസറ്റ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ കറണ്ട് അസറ്റ്സിൽ 4 തരമുണ്ട്. കറണ്ട് അസറ്റ്സിൽ നമുക്ക് ഏതൊക്കെയായിട്ടാണ് കൺസിഡർ ചെയ്യാൻ പറ്റുക? ഒന്ന് എന്ന് പറയുന്നത് എന്താണ്? ക്യാഷ് അല്ലെങ്കിൽ ക്യാഷിന് തുല്യമായിട്ടുള്ള നമ്മളുടെ എന്താ പറയുക ക്യാഷ് അസറ്റ്സ് ഉണ്ടായിരിക്കും കമ്പനിക്ക്. 2 എന്ന് പറയുന്നത് സെയിൽസ് റിസീവബിൾസ്. നമ്മൾ വിറ്റു, അതിൽ നിന്നും വരാനുള്ള കാശ് ഉണ്ടായിരിക്കും. പിന്നെ ഉള്ളത് ഇൻവെൻട്രീസ് ഉണ്ടായിരിക്കും. നമ്മൾ ഓൾറെഡി ഈ കമ്പനി എന്ത് ചെയ്യുന്നു? സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇൻവെൻട്രി എന്ന് പറയും. അതായത് കംപ്ലീറ്റ് പ്രോസസ്സും കഴിഞ്ഞു, ഇനി നേരെ എവിടേക്ക് പോയാൽ മതി? ക്ലയൻറ്റിൻ്റെ സൈഡിലേക്ക് കൊണ്ടുപോയി കൊടുത്താൽ മതി എന്ന് പറയുന്ന ഇൻവെൻട്രി. അതിനെയാണ് ഇൻവെൻട്രി എന്ന് പറയുക കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻവെൻട്രീസ് ഉണ്ട്. പ്രൊഡക്ഷൻ ഇൻവെൻട്രീസ് ഉണ്ടാവും. ഇത് സെയിൽസ് ഇൻവെൻട്രി. ഓൾറെഡി എല്ലാ എക്സ്പെൻഡിച്ചേഴ്സും കഴിഞ്ഞു, ഇനി ആകെ ഉള്ളത് സെയിൽസിൽ കൊണ്ടുപോയി ക്ലയൻറ്റിനെ കൊടുക്കേണ്ടുന്നത് വരും. ഇനിയൊന്ന് ഏതാണ്? ഓൾറെഡി കൊടുത്തു, അതിൽ നിന്ന് വരേണ്ടുന്ന തുക വരേണ്ടതുണ്ടാവും. പിന്നെ ഇനിയുള്ള എന്താണ്? ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ്. വേറെ ഏതെങ്കിലും രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെയും കറണ്ട് അസറ്റ്സ് എന്ന് പറയും. അപ്പോൾ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അസറ്റ്സ് ഇത്രയും ക്ലാസിഫിക്കേഷൻസിൽ നമുക്ക് രേഖപ്പെടുത്താൻ പറ്റും. 4 എണ്ണം. ക്യാഷ്, ദെൻ ഇൻവെൻട്രി, ദെൻ എന്താണ്? ക്യാഷ് റിസീവബിൾസ്, പിന്നെ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇങ്ങനെ 4 കാറ്റഗറിയിൽ നമുക്ക് ഈ പറയുന്ന അസറ്റ്സിന് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ലയബിലിറ്റീസോ? അപ്പോൾ അതിനെയാണ് കറണ്ട് ലയബിലിറ്റീസ്. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസിലൊന്നും പഠിക്കാൻ പോകണ്ട. കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. എത്രയുണ്ടോ കയ്യിലുള്ള സ്വത്ത്, എത്രയുണ്ട്, ദാറ്റ് ഈസ് അസറ്റ്, ഡിവൈഡഡ് ബൈ എത്ര നമ്മൾ പുറത്തേക്ക് കൊടുക്കാനുണ്ട്, ലയബിലിറ്റീസ്. കൊടുക്കാനുള്ളത് എത്ര? ഉദാഹരണം കൂടെ പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. 1 ലക്ഷം രൂപ കയ്യിൽ വരുമാനമുണ്ട്. കയ്യിൽ ഉണ്ട്, വരുമാനമല്ല, കയ്യിൽ ഓൾറെഡി പെട്ടെന്ന് നമുക്ക് കയ്യിൽ എടുക്കാൻ പാകത്തിന് 1 ലക്ഷം രൂപ ഉണ്ട്. അതേമാതിരി കൊടുക്കാനുള്ളത് 50,000 രൂപയാണെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ 1 ലക്ഷം ഡിവൈഡഡ് ബൈ 50,000, 50,000. 1 lakh ഡിവൈഡഡ് ബൈ 50,000 ഈസ് ഈക്വൽ ടു എത്രയാ? 2 അല്ലേ? അപ്പോൾ ആ 2 എന്ന് പറയുന്ന കിട്ടുന്ന സംഖ്യേനെ നമ്മൾ റേഷ്യോ എന്ന് പറയുന്നു. അപ്പോൾ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 2 ആണ്. 2 എന്ന് പറയുന്നത്, അതായത് സിമ്പിൾ ലോജിക്കിൽ ആലോചിച്ച് നോക്കൂ. 1 ലക്ഷം രൂപ നമ്മുടെ കൈവശമുണ്ട്, കൊടുക്കാനുള്ളത് 50,000 ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് കൊടുക്കാനുള്ളതിൻ്റെ എത്ര വിഹിതം നമ്മുടെ കയ്യിലുണ്ട്? 2 ടൈംസ് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? 50,000 കൊടുക്കാനുള്ളൂ. 50,000 വച്ച് ഇനിയൊരു 50,000, അങ്ങനെ രണ്ട് ടൈംസ് നമുക്ക് കടം തീർക്കാനുള്ള കാശ് നമ്മുടെ കയ്യിലുണ്ടെന്നർത്ഥം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്?
കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു 1 മീൻസ് എത്ര വരുമാനമുണ്ടോ അല്ലെങ്കിൽ എത്ര കയ്യിൽ നമുക്ക് അസറ്റ് ഉണ്ടോ അത്രയും തന്നെ നമുക്ക് ലയബിലിറ്റീസ് ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 1 താഴെ നിൽക്കുന്നതാണ് നല്ലത്. 1 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതെന്താണ്? നെഗറ്റീവ് ഫാക്ടറാണ്. സിമ്പിളായിട്ട് മനസ്സിലായോ? ഇനി ഇതിനകത്ത് ഈ കമ്പനിയുടെ എത്രയാണ് ക്യാഷ്, എത്ര ഈക്വലൻ്റ് ആയിട്ടുള്ള എത്ര ഇൻവെൻട്രീസ് ഉണ്ടെന്നും എത്രയാണ് അവരുടെ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് എത്രയാണെന്നും എത്ര ഇനി സെയിൽസിൽ നിന്ന് വരാനുണ്ടെന്നും ഒക്കെ നമ്മൾ നോക്കേണ്ട കാര്യം വലിയ ഡീപ്പായിട്ട് സാധാരണക്കാർ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പാകത്തിന് കറണ്ട് റേഷ്യോ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ കറണ്ട് റേഷ്യോ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ കമ്പനിയുടെ ഇപ്പോഴത്തെ നിലവാരം, കമ്പനിയുടെ സ്റ്റാൻഡേർഡ് എന്താണ്? ഗുഡ് പൊസിഷനിലാണ്. എസ്പെഷ്യലി 1.5 ആൻഡ് എബോ ഒക്കെ ആണെങ്കിൽ നല്ലതാണെന്ന് അർത്ഥം. ഓക്കെ, ബിലോ 1 ആണെങ്കിൽ ബാഡ് ആണെന്ന് അർത്ഥം. ഇത്രയാണ് നമ്മൾ കറണ്ട് റേഷ്യോ എന്ന് പറയുന്ന സംഭവം മനസ്സിലാക്കുക. ഇത് ബേസ്ഡ് ഓൺ 1 ഇയർ ആണ് കേട്ടോ. ഓവർ എ പീരീഡ് ഓഫ് 1 ഇയറിൻ്റെ ഉള്ളിലാണ് കറണ്ട് റേഷ്യോ മനസ്സിലാക്കേണ്ടത്. കറണ്ട് റേഷ്യോ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ അവരുടെ ലയബിലിറ്റീസിനെ അവർക്ക് നികത്താൻ കഴിയുന്ന ആ ഒരു എന്താ പറയുക ക്യാഷ് ഇക്വലൻ്റ് അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ആസ്തി മനസ്സിലാക്കുന്നത്. അത് 1 ആൻഡ് എബോ ആണെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ്, നോട്ട് 1. 1 എന്ന് പറഞ്ഞാൽ അത്ര ഗുഡല്ല. 1.5 ആൻഡ് എബോ ആണെങ്കിൽ നന്നായിരിക്കും. 1 ആണെങ്കിൽ ഓക്കെ, ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള രീതിയിലാണ്. ബിലോ 1 ആണെങ്കിൽ പുവർ എന്നർത്ഥം. ഓക്കെ, സോ ദിസ് ഈസ് ഫോർ കറണ്ട് റേഷ്യോ. ഓക്കെ, ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് ക്വിക്ക് റേഷ്യോ എന്നാൽ എന്താണ്. അതിനുള്ളിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഞാൻ പറയാറുള്ളത് പോലെ എല്ലാവരും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് 100% എല്ലാവരും മ്യൂച്വൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തണം. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് വെരി ഗുഡ് ഫോർ യുവർ ലോങ് ടേം ക്യാപിറ്റൽ അപ്രിസിയേഷൻ. വളരെ ദീർഘകാലത്തേക്കൊക്കെ നിങ്ങൾ ഫ്യൂച്ചർ പ്ലാനിങ് ചെയ്യണം. നിങ്ങൾ ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ടാവാം, ഹെൽത്ത് ഇൻഷുറൻസ് ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ടാവാം. ഇതൊക്കെ നല്ലത് തന്നെയാണ്. അതിനോടൊപ്പം നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സും വളരെ അത്യാവശ്യമായിട്ട് നിങ്ങൾ ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ഗൈഡായിട്ട് അതിന് കൂടെ ഉണ്ടായിരിക്കും. ഞാനൊരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്. സോ നിങ്ങളെ നേർവഴിക്ക് നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ ഫ്യൂച്ചർ അനുസരിച്ചിട്ട്, നിങ്ങളുടെ ഗോൾ അനുസരിച്ചിട്ട്, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലും കൂടി എന്താണെന്നൊക്കെ നോക്കി നല്ലൊരു ഫണ്ട് സെലക്ട് ചെയ്ത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ നമുക്ക് തയ്യാറാക്കാൻ 1-to-1 കമ്മ്യൂണിക്കേഷൻ വഴി നമുക്ക് സൂം മീറ്റിങ്ങിലിരുന്ന് നമുക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നിങ്ങളെ പഠിച്ച് നിങ്ങളുടെ സിറ്റുവേഷൻസ് പഠിച്ച് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്കും ഫീസിബിൾ ആകുന്ന ഫണ്ട് സെലക്ട് ചെയ്യാനുള്ള മെത്തേഡാണ് ഞാൻ സ്വീകരിക്കുന്നത്. ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ അത് ഇപ്പോൾ ഗുണം ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കോ മറ്റ് ഫാമിലി മെമ്പേഴ്സിനോ ആർക്ക് വേണമെങ്കിലും തീർച്ചയായിട്ടും എൻ്റെ ഈ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ട് എന്നെ ബന്ധപ്പെടാൻ പറയുക. തീർച്ചയായിട്ടും ഞാൻ അവരെ നല്ല രീതിയിൽ ഞാൻ എന്താ പറയുക എന്നാൽ കഴിയുന്ന രീതിയിൽ ലോയലായിട്ട് ഞാൻ സപ്പോർട്ട് കൊടുക്കും. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ അവർ നെക്സ്റ്റ് ടോപ്പിക്, ക്വിക്ക് റേഷ്യോ. ഇനി ക്വിക്ക് റേഷ്യോ എന്നാൽ എന്തെന്ന് വെച്ചാൽ സെയിം തന്നെയാണ്. ലയബിലിറ്റീസ്, കടവും അതിൻ്റെ നമ്മുടെ വരവും നമ്മുടെ ചിലവും തന്നെയാണ്. ഇത് രണ്ടിനെയും കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് ഓവർ എ പീരീഡ് ഓഫ് 1 ഇയറിൻ്റെ ഉള്ളിൽ ആ ഒരു കമ്പനിയുടെ കയ്യിലിരിക്കുന്ന സ്വത്ത് അല്ലെങ്കിൽ അസറ്റ് ഉപയോഗിച്ച് ഈസി പെട്ടെന്ന് ക്യാഷ് ഓർ ക്യാഷ് ഇക്വലൻ്റ് അസറ്റ്സ് ഉപയോഗിച്ച് പെട്ടെന്ന് തീർക്കാൻ കഴിയുന്ന 1 ഇയർ പീരീഡിനുള്ളിൽ തീർക്കാൻ കഴിയുന്ന ലയബിലിറ്റീസ് മാത്രമേ ഉള്ളുവോ എന്നുള്ള പരിശോധിക്കലാണ് കറണ്ട് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിലും ഷോർട്ട് പീരീഡായിട്ട് വളരെ ക്വിക്കായിട്ട് പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ വന്നു, ചില ബിൽസും കാര്യങ്ങളൊക്കെ പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ ഇതേ പറയുന്ന ഈ അസറ്റ് ഉപയോഗിച്ചിട്ട് അവരുടെ ലയബിലിറ്റീസിനെ മീറ്റ് ചെയ്യാൻ സാധിക്കുമോ, അതിനുള്ള കപ്പാസിറ്റിയും കൂടി ഉണ്ടോ എന്നുണ്ടെങ്കിൽ സിമ്പിൾ ഈ 4 കഴിഞ്ഞ കറണ്ട് റേഷ്യോയിൽ നിന്നും നമ്മൾ 4 കാര്യങ്ങളാണ് കറണ്ട് റേഷ്യോയിൽ ഒരു കമ്പനിയുടെ അസറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ക്വിക്ക് അസറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? 1 എന്ന് പറയുന്നത് ക്യാഷ് ഓർ ക്യാഷ് ഈക്വലൻ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. 2 സെയിൽസിൽ നിന്ന് കിട്ടേണ്ടിയിരുന്ന പോസ്റ്റ് സെയിൽസ് റവന്യൂ അല്ലെങ്കിൽ അക്കൗണ്ട്സ് റിസീവബിൾ. 2 അത് കഴിഞ്ഞ് 3 എന്ന് പറയുന്നത് ഇൻവെൻട്രി, നമ്മൾ സെല്ല് ചെയ്യാൻ എല്ലാം റെഡിയാക്കി പാകത്തിന് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ്.
4 എന്ന് പറയുന്നത് എന്താണ്? ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ലൈക്ക് ഇതേ കമ്പനി തന്നെ വേറെ എന്താ പറയുക സേഫ് ഗാർഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വേറെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തി വെച്ചിട്ടുണ്ട്. ഈ പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പാകത്തിനുള്ള, നമ്മൾ ഈ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ മ്യൂച്വൽ ഫണ്ട്സിലോ അങ്ങനെ ഏതിലേക്കോ, ഈ കമ്പനീസ് തന്നെ പലതരം മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ലിക്വിഡ് ഫണ്ട്, ഓവർനൈറ്റ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് പല ഫണ്ട്സൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. സോ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പഠിക്കാം. സോ ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഒന്നിനെ ഒഴിവാക്കി, ഏതിനെയാണ് ഒഴിവാക്കേണ്ടുന്നത്? ക്വിക്ക് റേഷ്യോ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു പോയിന്റ് ഒഴിവാക്കേണ്ടി വരും. അതാണ് ഇൻവെൻട്രി എന്നൊരു സാധനം. കാരണം ഇൻവെൻട്രി എന്ന് പറയുന്നത് ഓവർ എ പീരിയഡ് കറണ്ട് അസറ്റിനെ സംബന്ധിച്ച്, കറണ്ട് റേഷ്യോയെ സംബന്ധിച്ച് ഒരു വർഷത്തിനുള്ളിൽ തീർക്കേണ്ടുന്ന കടത്തിനെ തീർച്ചയായിട്ടും ഇൻവെൻട്രി എന്തായാലും അതിനുള്ളിൽ വീണ്ടും ഔട്ട് സൈഡിൽ പോകും, ക്ലയൻറ്റ് സൈഡിലേക്ക് പോകും, തിരിച്ച് അത് വീണ്ടും അത് റിസീവബിൾ ആയിട്ട് മാറും. പക്ഷേ ക്വിക്കായിട്ട് സംഭവിക്കുകയാണ്. ഒരു മാസത്തിനുള്ളിൽ സംഭവിക്കേണ്ട കേസസ് ഒക്കെ ആണെങ്കിൽ അവിടെ ആ 4 അസറ്റ് കാറ്റഗറിയിൽ നിന്നും ഒന്നിനെ മാത്രം, കറണ്ട് അസറ്റിൽ നിന്നും ഒന്നിനെ മാത്രം ഒഴിവാക്കുന്നു. ഏതിനെയാണ്? ഇൻവെൻട്രിയെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്ന 3 ഏതൊക്കെയാണ്? ക്യാഷ് ഓർ ക്യാഷ് ഈക്വലൻസ്, ദെൻ എന്താണ്? അക്കൗണ്ട്സ് റിസീവബിൾ. അതായത് ഓൾറെഡി വിറ്റ് കഴിഞ്ഞതിൽ നിന്ന് കിട്ടേണ്ടുന്ന കാശ് തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്ത് കൺസിഡർ ചെയ്യാം. അത് ഏത് നിമിഷം വേണമെങ്കിലും ആ കാശ് നമുക്ക് ഇൻവേർഡായിട്ട് വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. 3 എന്ന് പറയുന്നത് എന്താണ്? ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. നമ്മൾ ഏതെങ്കിലും ഈ പറഞ്ഞതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ക്വിക്കായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാൻ പാകത്തിനുള്ള അസറ്റാണെങ്കിൽ ഈ 3 കാര്യവും കൺസിഡർ ചെയ്തതിന് ശേഷം അതിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? കറണ്ട് ലയബിലിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതും ഇതേ ടേംസിൽ തന്നെ നമുക്ക് നോക്കിയാൽ അതും ഇതേമാതിരി സപ്പോസ് 75,000 റുപ്പീസ് കയ്യിലുണ്ട്. 75 ആണ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, 75,000 റുപ്പീസ് കയ്യിലുണ്ട്. വീണ്ടും അതേ ലയബിലിറ്റി എത്രയാണ്? 50,000 ലയബിലിറ്റി ആണെന്ന് വെച്ചോളൂ. 50,000 ലയബിലിറ്റി ആണെങ്കിൽ 75,000 ഡിവൈഡഡ് ബൈ 50 എന്തായാലും ഒന്നിന് മുകളിലായിരിക്കുമല്ലോ. 75 ഡിവൈഡഡ് ബൈ 50 എത്രയാണ്? നോക്കൂ, 1.5%. അപ്പോഴും നമുക്ക് 1.5% ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ക്വിക്ക് റേഷ്യോ 1.5 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബെസ്റ്റ്. ബിക്കോസ് വരുമാനത്തിനേക്കാൾ കൂടുതലല്ല നമ്മളുടെ ചിലവ് എന്ന്, ഐ മീൻ ക്വിക്കായിട്ട് കൊടുക്കേണ്ടത്. സോ ദിസ് ഈസ് കോൾഡ് എന്താ പറയുക ക്വിക്ക് റേഷ്യോ. അപ്പോൾ ക്വിക്ക് റേഷ്യോയും അതേമാതിരി ഇപ്പോൾ വരുമാനം 75 ഉണ്ട്, ചിലവ് 1 ലക്ഷം ആണെങ്കിൽ ഉറപ്പായിട്ടും നോക്കൂ, ഇങ്ങനെ നമുക്ക് നോക്കാം. എത്ര വരുമാനം? 75 ഡിവൈഡഡ് ബൈ 1 കൊടുത്തു കഴിഞ്ഞാൽ എത്ര? 0.75 ആയിട്ട് മാറും അല്ലേ? 1 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്, കയ്യിൽ 75,000 ഉള്ളൂ എങ്കിൽ സ്വാഭാവികമായിട്ട് അതിനർത്ഥം എന്താണ്? നമ്മുടെ വരുമാനത്തെക്കാൾ കൂടുതൽ നമ്മൾക്ക് ചിലവുണ്ടെന്ന് അർത്ഥം. അപ്പോൾ അത് നല്ലതാണോ മോശമാണോ? അത് മോശം എന്ന് തന്നെയാണ് പറയുക. സോ ക്വിക്ക് റേഷ്യോയും കറണ്ട് റേഷ്യോയും നമ്മൾ ഇത്ര മാത്രം ശ്രദ്ധിക്കുക. 1 അറ്റ്ലീസ്റ്റ് 1 എങ്കിലും ഉണ്ടെങ്കിൽ ഒരു നമുക്ക്, അതും പ്രത്യേകിച്ച് ക്വിക്ക് റേഷ്യോ 1 ഉണ്ടെങ്കിൽ ഷോർട്ട് ടേമിലല്ലേ, ഓക്കെ, ചിലപ്പോൾ അത് ഓവർ എ പീരീഡ് അത് മാറാം, കൂടാനും കുറയാനും സാധ്യതയുണ്ട്. പക്ഷേ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് മസ്റ്റായിട്ടും എന്തായിരിക്കണം? 1.5 ആൻഡ് എബോവ് ഉണ്ടെങ്കിൽ മാത്രമേ ആ കമ്പനി ബെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ക്വിക്ക് റേഷ്യോ 1 താഴെ വന്നാൽ പോലും അത് നെഗറ്റീവ് ഫാക്ടർ തന്നെയാണ്. സോ ഇതിനേക്കാൾ സിംപ്ലിഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് കറണ്ട് റേഷ്യോ ക്വിക്ക് റേഷ്യോ അനാലിസിസ് നോക്കാൻ പറ്റത്തില്ല. ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. 1-2 സംഭവങ്ങൾ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അതും കൂടെ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. കറണ്ട് റേഷ്യോ ക്വിക്ക് റേഷ്യോ 1 താഴെ വന്നാൽ മതി, 1 മുകളിലാണെങ്കിൽ നല്ലത്, 1 താഴെയാണെങ്കിൽ മോശം എന്ന് എനിക്ക് ഈസി ആയിട്ട് പറഞ്ഞങ്ങ് പോകാം. പക്ഷെ ഞാൻ വളരെ സിംപ്ലിഫൈ ചെയ്ത് എന്താണ് കറണ്ട് റേഷ്യോ, എന്താണ് ക്വിക്ക് റേഷ്യോ, കറണ്ട് റേഷ്യോയിൽ ഉൾപ്പെടുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, ക്വിക്ക് റേഷ്യോയിൽ ഇടുന്നത് എന്താണ് ഉൾപ്പെടാത്തത്, എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. സോ ഈ രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അത് മറക്കത്തില്ല. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോയി നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ ആ പറഞ്ഞ സ്ക്രീനറിൽ പോയിട്ട് കറണ്ട് റേഷ്യോ എത്രയാണ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കറണ്ട് റേഷ്യോന്നേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ക്വിക്ക് റേഷ്യോ. കറണ്ട് റേഷ്യോ ഓവർ എ പീരീഡ് ഓഫ് 1 വർഷത്തിൻ്റെ ഇടയിൽ, അതുകൊണ്ട് തന്നെ അത് 1 1.2 ഒക്കെ ആണെങ്കിലും ഓക്കെയാണ്. 1 താഴെയാണെങ്കിൽ അത് മോശം തന്നെയാണ്. പക്ഷേ ക്വിക്ക് റേഷ്യോ 1 വന്നാൽ പോലും നല്ലതല്ല എന്ന് വേണം പ്രാക്ടിക്കൽ സെൻസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. എപ്പോഴും അത് 1.2 ആൻഡ് എബോ എങ്കിലും രണ്ടും മിനിമം ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ദിസ് ഇസ് പ്രാക്ടിക്കലി ഐ എം സേയിങ്. ഓക്കെ, ഇനി നമുക്ക് സ്ക്രീനിൽ ജസ്റ്റ് 1-2 സ്റ്റോക്സിൻ്റെ പറ്റിയിട്ട് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇവിടെ കിട്ടും. ഇവിടെ നോക്കൂ, നമ്മൾ ഈ ഒരു കമ്പനിയുടെ പേര് ഞാൻ പറയുന്നില്ല. ഈ ഒരു കമ്പനിയുടെ
കറണ്ട് റേഷ്യോ ഇവിടെ എത്രയാണ് കാണിച്ചിരിക്കുന്നത് നോക്കൂ. കറണ്ട് റേഷ്യോ 2.04. അപ്പോൾ അത് 1-നേക്കാൾ മുകളിലാണ്, 1.5-ക്കാൾ മുകളിലാണ്. സോ ഇറ്റ് ഈസ് ഗുഡ് കമ്പനി ഇൻ ദ സെൻസ് അവരുടെ കറണ്ട് അസറ്റ്സ്, അവരുടെ കയ്യിലിരിക്കുന്ന അസറ്റ്സ് അവരുടെ ലയബിലിറ്റീസിനേക്കാൾ കൂടുതലാണെന്ന് അർത്ഥം. ഇനി ക്വിക്ക് റേഷ്യോ നോക്കൂ 1.14. അതും റീസണബിളി ഗുഡാണ്. ഓക്കെ, കാരണം ക്വിക്കായിട്ട് പെട്ടെന്നൊരു പ്രശ്നം വന്നാൽ പോലും സോൾവ് ചെയ്യാനുള്ള അവരുടെ അസറ്റ് എന്ന് പറയുന്നത് അവരുടെ ലയബിലിറ്റിയേക്കാളും കൂടുതൽ തന്നെയാണ്. സോ ഇതാണ് ഈ ഒരു കമ്പനി. ഇനി വേറൊരു കമ്പനി നോക്കാം. നിങ്ങൾക്കൊക്കെ നമുക്ക് പരിചിതമില്ലാത്ത കമ്പനീസിനെ പറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് ഹെഗ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. ചുമ്മാ ജസ്റ്റ് ഏതെങ്കിലും ഒരു കമ്പനി നോക്കൂ. ഹെഗ് എന്ന് പറഞ്ഞൊരു കമ്പനി കറണ്ട് അസറ്റ്സ് എത്രയാണ്? കറണ്ട് റേഷ്യോ എത്രയാണ്? 2.41. അതും നല്ല ബെസ്റ്റായിട്ട് അവരുടെ കയ്യിൽ ഇനഫ് അസറ്റ്സ് ഉണ്ട്. അവർക്ക് അതും ലിക്വിഡ് അസറ്റ്സ് ആണ് ഈ പറയുന്നത് കേട്ടോ, അല്ലാണ്ട് ഫിക്സഡ് അസറ്റ്സ് വല്ല ലാൻഡ് വാങ്ങിച്ചു വെച്ചു എന്നൊന്നും. അതാണ് ഇതിൻ്റെ വ്യത്യാസം. അവരുടെ ഫിക്സഡ് അസറ്റ്സ് വേറെ, കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? പെട്ടെന്ന് ക്യാഷ് ആക്കാനുള്ള പാകത്തിനുള്ള അസറ്റ്സിനെയാണ് കറണ്ടിലും ക്വിക്കിലും നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യേണ്ടുന്ന ഒരു ഫാക്ടർ എന്നുള്ളത്. ഓക്കെ, സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത് 2.41. ഇറ്റ് ഈസ് ഫാൻറ്റാസ്റ്റിക്. ദെൻ ക്വിക്ക് റേഷ്യോ ഓൾസോ ഇസ് 1.38. ദാറ്റ് ഈസ് ഓൾസോ സൂപ്പർ ഗുഡ്. അപ്പോൾ ഇത് രണ്ടും ഓക്കെയാണ്. ഇനി ഒരു കമ്പനി നോക്കാം. സേ ഫോർ എക്സാമ്പിൾ ടിറ്റാഗർ. എനിക്ക് അറിയാം, പെട്ടെന്ന് മനസ്സിലാക്കാൻ വരുന്നത് ഉള്ളൂ, ആയിരക്കണക്കിനുണ്ട്. ഏതിൽ നോക്കിയാലും നിങ്ങൾക്ക് കറണ്ട് ആൻഡ് ക്വിക്ക് റേഷ്യോ നോക്കൂ. ടിറ്റാഗർ എന്ന് പറഞ്ഞ കമ്പനിയുടെ കറണ്ട് റേഷ്യോ 1.85. ഇറ്റ് ഈസ് നമുക്കറിയാം 1-ന് മുകളിൽ 1.5-ന് മുകളിലാണെങ്കിൽ ഗുഡ് തന്നെയാണ്, നോ പ്രോബ്ലം, ഇറ്റ് ഈസ് ഗുഡ്. ആൻഡ് ക്വിക്ക് റേഷ്യോ ഓൾസോ 1.26. ദാറ്റ് ഈസ് ഗുഡ്. ഇതൊക്കെ നോട്ട് ചെയ്ത് പോകണം. പ്രീവിയസ് ക്ലാസ് കാണാത്തവർ കണ്ട് വരണം. എങ്കിൽ മാത്രമേ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അത് പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പഴയ ഇതെല്ലാം കറക്റ്റ് ഓർഡർലി നമ്മൾ പഠിച്ചു വരികയാണെന്നുള്ള കാര്യം അറിയുന്നവർ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സസൊക്കെ പഠിച്ചത് എത്രത്തോളം നിങ്ങൾക്കത് ഉപകാരപ്രദമായി എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഒരു കമ്പനി എടുത്ത് നോക്കൂ. ഇനി ഏതെടുത്ത് നോക്കേണ്ടേ? ഓക്കെ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ നമുക്കെല്ലാവർക്കും അറിയപ്പെടുന്നൊരു കമ്പനിയാണ് അല്ലേ? ഹിന്ദുസ്ഥാൻ യൂണിലിവറിനെ അറിയാത്തവരായിട്ട് വളരെ കുറച്ചേ ഉണ്ടാവും. നോക്കൂ, കറണ്ട് അസറ്റ്സ്, കറണ്ട് റേഷ്യോ നോക്കൂ 1.09. കമ്പനി നഷ്ടമൊന്നും അല്ല അതിനർത്ഥം. അത്രമാത്രം ഇത് വലിയ, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ സർവീസ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ദിസ് ടൈപ്പ് ഓഫ് ജയൻറ്റ് കമ്പനീസിനെല്ലാം ഇതേ രീതിയിലേ ഉണ്ടാകത്തുള്ളൂ. കാരണം അവർക്ക് വലിയ അവരുടെ കറണ്ട് അസറ്റ്സും എന്നാൽ പോലും ഇത് 1.09. ഇറ്റ് ഈസ് മോഡറേറ്റ്ലി ഗുഡ് തന്നെയാണ്. എന്നാൽ ക്വിക്ക് റേഷ്യോ നോക്കൂ 0.85. പെട്ടെന്നൊക്കെ പക്ഷേ ഇവരെ പോലുള്ള കമ്പനീസിനൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും വലിയ രീതിയിലുള്ളൊന്നും സംഭവിക്കത്തുമില്ല. സോ ബട്ട് എന്നാലും ആസ് പെർ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കൊക്കെ ഫേമസ് ആയിട്ടുള്ള അറിയപ്പെടുന്ന കമ്പനീൻ്റെ കറണ്ട് അസറ്റും ക്വിക്ക് റേഷ്യോയും കറണ്ട് റേഷ്യോയും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. അത് അത്ര വലിയ കേമം എന്ന് പറയാനുള്ള ഒരു ലെവലിലല്ല ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഉടനെ കമ്പനി മോശം എന്നൊന്നും നിങ്ങളാരും കണക്കാക്കരുത്. നമ്മൾ പറഞ്ഞു ഓരോ ഫാക്ടറിനും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പ്രീവിയസ് പഠിച്ച പാഠങ്ങളൊക്കെ നിങ്ങൾ ഓർത്തെടുക്കുക. അതിൽ നിന്നും ആ നോട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് ഇതൊരു വലിയ ലെസൺ തന്നെയാണ്. അല്ലാത്തവർക്ക് ഇത് ഒന്നും മനസ്സിലാകത്തില്ല. ഓക്കെ, ദാറ്റ്സ് വാട്ട് ഐ എം സെയിങ്. ഇനി അടുത്തത് ഇനിയൊരു കമ്പനി. അപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ നോക്കിയപ്പോൾ നമുക്ക് നെസ്ലെ നോക്കാം. നെസ്ലെ എന്താണ് സ്ഥിതി എന്ന് നോക്കാം. നെസ്ലയുടെ അവസ്ഥ കറണ്ട് റേഷ്യോ നോക്കൂ, അവരുടെ ആസ്തിയേക്കാളും കുറവാണ്, അവരുടെ ലയബിലിറ്റീസാണ് ഇപ്പോൾ കൂടുതൽ കാണിക്കുന്നത്. ഇത് വേറൊരു രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഇവരുടെ ഈ ലയബിലിറ്റീസ് നോക്കൂ. ഈ ലയബിലിറ്റി എന്താണ് സൂചിപ്പിക്കുന്നത്? നെസ്ലെ എന്ന് പറഞ്ഞ കമ്പനിയുടെ പാരൻറ്റ് കമ്പനി അല്ല നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നത് അല്ലേ, അതൊക്കെ ഫോറിൻ കമ്പനീസാണ്. അപ്പോൾ ഇവരുടെ ഫോറിനിലേക്ക് പോകേണ്ടുന്ന ലയബിലിറ്റീസ് ആയിരിക്കും ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടാവുക. പറയാൻ പറ്റത്തില്ല നമുക്ക്. സോ അങ്ങനെയും ചില വിഷയങ്ങളുണ്ട്. ഇവരൊക്കെ ജയൻറ്റ് കമ്പനീസാണ്. നോക്കൂ, 2.5 ലക്ഷം കോടി ആസ്തിയുള്ള കമ്പനിയാണ്. അതേമാതിരി ക്വിക്ക് റേഷ്യോ നമുക്ക് വളരെ പൂറായിട്ട് കാണിച്ചിരിക്കുന്നു. ഇതിൻ്റെ പിന്നിലൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷേ ഇതാണ് FMCG കമ്പനീസിൻ്റെയൊക്കെ ഒരു സാധാരണ ലെവൽ. FMCG കമ്പനീസിന് ചില ഇതുപോലുള്ള ഇതിൽ ഡീവിയേഷൻ എന്ന് പറയും നമ്മൾ, ചില ഡീവിയേഷൻസ് ഒക്കെ അവർക്ക് ഉണ്ടാവും. പക്ഷേ എന്ന് പറഞ്ഞിട്ട് ഇതൊരു ഫാക്ടർ മാത്രമായിട്ട് ഇത് മോശം എന്ന് നിങ്ങൾ കണക്കാക്കേണ്ട കാര്യമില്ല. ബട്ട് കമ്പാരിറ്റീവ്ലി നമ്മൾ പഠിക്കുന്ന തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് മോശം തന്നെയാണ്. ഓക്കെ, അടുത്ത ഇനിയൊന്ന് നോക്കൂ, ബ്രിട്ടാനിയ നോക്കാം.
ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് നമ്മുടെ നാട്ടിലുള്ളതാണ്. അതിനും കറണ്ട് റേഷ്യോ നോക്കൂ 0.94, ക്യുക്ക് റേഷ്യോ നോക്കൂ 0.49. അപ്പോൾ ഓൾവേസ് ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് അറിയോ? ഇത് മെയിൻലി ഇവരൊക്കെ FMCG പ്രൊഡക്റ്റുകളാണ്. FMCG പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇൻവെൻട്രീസ് ഒരുപാട് എപ്പോഴും ഉണ്ടായിരിക്കും. അതേമാതിരി ഔട്ട്സ്റ്റാൻഡിങ്ങിൽ പോയിരിക്കുന്ന ഇൻവെൻട്രീസ് അവർക്ക് കിട്ടേണ്ടുന്ന വരുമാനത്തെക്കാൾ കൂടുതൽ അവർ ഇൻവെൻട്രി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എല്ലാ പീരീഡിലും ഇതുണ്ടാവും. ശരിയല്ലേ? അപ്പോൾ ആ ഒരു ബാലൻസിങ്ങിൻ്റെ കാരണം നമ്മൾ ഇതിനകത്ത് എടുക്കുന്ന മെട്രിക്സിലെ മേജർ മെട്രിക്സ് ഒഴിവാക്കുന്നതും ഇൻക്ലൂഡ് ചെയ്യുന്നതും ഒന്നുമാണ് ഇൻവെൻട്രി, അല്ലേ? ക്യുക്ക് റേഷ്യോയെ സംബന്ധിച്ചിടത്തോളം ഇൻവെൻട്രി ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. സോ അതിൻ്റെയും കൂടി ഒരു വ്യത്യാസം ഇവിടെ കാണാം. സോ ബിഗ് കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ FMCG റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇത് അത്രയുണ്ട് ഒന്നിന് താഴെ വരുന്നാലും വലിയ മോശമല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. ഇനി നമുക്കൊരു ഇൻഡസ്ട്രിയൽ റിലേറ്റഡ് കമ്പനീസ് നോക്കാം. TI ഇന്ത്യ നോക്കട്ടെ, ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നോക്കൂ. കറണ്ട് റേഷ്യോ 1.7, ക്യുക്ക് റേഷ്യോ 1.3. ഗുഡ്, ഓക്കെ. ദെൻ അടുത്തത് ഇനി ഒരു സർവീസ് സെക്ടർ കമ്പനി ഹോട്ടൽസ് നോക്കാം. നമുക്ക് ലെമൺ ട്രീ ഹോട്ടൽസ്, ലെമൺ ട്രീ എന്ന് പറഞ്ഞാൽ ടാറ്റയുടെയാണ്. ലെമൺ ട്രീ ഹോട്ടൽസിൻ്റെ കറണ്ട് റേഷ്യോ 0.9 ആൻഡ് ക്വിക്ക് റേഷ്യോ 0.86. ബിക്കോസ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫിക്സഡ് അസറ്റ്സ് ആണ് കൂടുതലുള്ളത്. ഈ സെയിൽസ് നാച്ചുറലി ഉണ്ടാവും, ബട്ട് ഫിക്സഡ് അസറ്റ് ഇതൊക്കെയാണ് നമ്മൾ ഒരു മാക്രോ അവയർനെസ് എപ്പോഴും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചത് പ്രകാരം ഒന്നിന് മുകളിലുണ്ടെങ്കിലേ ഗുഡുള്ളൂ, ഒന്നിന് താഴെയാണെങ്കിൽ ബാഡ് തന്നെയാണ്. പക്ഷേ ഇതിൽ ഇത്തരം കമ്പനീസിൽ ഇൻഫ്രാസ്ട്രക്ചർ ഓറിയൻറ്റഡ് കമ്പനീസ് അല്ലേ? നോക്കൂ, ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോട്ടൽ ബിസിനസ് നടത്തുന്ന കമ്പനിയെ ശൃംഖലയുള്ള കമ്പനിയാണ്. ഹോട്ടൽ ശൃംഖലകളുള്ള കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കറണ്ട് അസറ്റ്സിനേക്കാളും അവർക്ക് കൂടുതലുണ്ടായിരിക്കുന്നത് അവരുടെ ഫിക്സഡ് അസറ്റ്സ് തന്നെയായിരിക്കും, അല്ലേ? ഒരു ഹോട്ടൽ ബിസിനസ് നടത്തുന്ന സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് അവരുടെ ലാൻഡ്, ബിൽഡിംഗ് ഒക്കെ തന്നെയായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഇൻവെൻട്രി എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല അവിടെ. സോ അതും നമ്മൾ മാക്രോ ലെവലിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഡീവിയേഷൻ മനസ്സിലാകും. സോ ഇത്തരം കമ്പനീസ് എന്നിട്ട് പോലും അവർക്ക് 0.9 ഉണ്ട്, ക്വിക്ക് റേഷ്യോ 0.86 ഉണ്ട്. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി ഗുഡ് വൺ. ഓക്കെ, പ്രാക്ടിക്കലി നമ്മൾ ഒരു കാര്യത്തെ 1+1=2 എന്ന് പറയുന്നത് മാത്തമാറ്റിക്കലി ദാറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് ആൻസർ. ബട്ട് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് ഫണ്ടമെൻ്റൽ അനാലിസിസിൽ ഒന്നും അൾട്ടിമേറ്റ് ആൻസർ ഇതാണ് റൈറ്റ്, ഇതാണ് റോങ് എന്നൊരു സാധനം ഇല്ല. അതെല്ലാം എന്താണ്? ആപേക്ഷികങ്ങൾ മാത്രമാണ്. റിലേറ്റിവിറ്റി തിയറി എന്ന് പറയുന്ന പോലെ റിലേറ്റീവാണ് എല്ലാം, ഒന്നിനൊന്നിന്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സ്പെക്കുലേഷനും കൂടി നമ്മൾ സ്പെക്കുലേറ്റീവായിട്ട് തിങ്ക് ചെയ്യണം, റിലേറ്റീവായിട്ട് നമ്മൾ തിങ്ക് ചെയ്യണം. റിലേറ്റീവ് ടു വാട്ട്? ദിസ് കറണ്ട് റേഷ്യോ ആൻഡ് ക്വിക്ക് റേഷ്യോ ഫോർ ആൻ ഇൻഡസ്ട്രി ദാറ്റ് ഈസ് ഇൻ ടു ഹോസ്പിറ്റാലിറ്റി സെക്ടർ, അല്ലേ? ഹോസ്പിറ്റാലിറ്റി സെക്ടറിലുള്ളതിൽ കൂടുതൽ അവരുടെ അസറ്റ് എന്ന് പറയുന്നത് അവരുടെ ഫിക്സഡ് അസറ്റ്സ് ആണ്. അവരുടെ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് കമ്പാരിങ് ടു അതർ മാനുഫാക്ചറിങ് റിലേറ്റഡ് സെക്ടർ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഈ കറണ്ട് റേഷ്യോ ആൻഡ് ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത് ഇതേമാതിരി കുറയും. അതേമാതിരി FMCGയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അവർ എത്ര തന്നെ ഔട്ട്വേർഡ് ഉണ്ടോ അത്ര തന്നെ ഇൻവെൻട്രീസും അവർ കീപ്പ് ചെയ്യുന്നവരായിരിക്കും. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കറണ്ട് റേഷ്യോ ക്വിക്ക് റേഷ്യോസിലും 1 and above വരിക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് എമൗണ്ടായിട്ട് ഫാക്ടറായിട്ട് തന്നെ നിലനിൽക്കും. കാരണം എപ്പോഴും വരവുണ്ടായിരിക്കും, എപ്പോഴും ചിലവുണ്ടായിരിക്കും, സെയിൽസും ഉണ്ടായിരിക്കും, വരുമാനം ഉണ്ടായിരിക്കും, അതേമാതിരി ഇൻസെൻറ്റീവ്സും ഇൻവെൻട്രീസും കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ആ ലെവൽസ് നമ്മൾ ആ രീതിയിൽ വേണം. ഒരു ബാലൻസ്ഡ് അപ്രോച്ചാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടുന്നത്. ഒരു ബാലൻസിങ് ലെവലിൽ നമ്മൾ കാഴ്ചകളെ കാണണം. നമ്മൾ ഓരോ ഡേറ്റാസിനെയും നമ്മൾ റീഡ് ചെയ്യാൻ ശ്രമിക്കണം. ഒന്നുമില്ലാത്ത രണ്ട് കാര്യങ്ങൾ, കറണ്ട് റേഷ്യോ ക്വിക്ക് റേഷ്യോ, അതിന് എന്തിനാ സാർ ഇത്രയും വലിച്ചു നീട്ടേണ്ടതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവില്ല. പക്ഷേ മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ്. എനിക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് എൻ്റെ മിഷൻ, എൻ്റെ വിഷൻ, എൻ്റെ വിഷ്. അത് ഞാൻ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും നിങ്ങളുടെ ഇതിൻ്റെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും ഒരു കമൻറ്റ്, അതെന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് തോന്നി ഈ ഒരു ക്ലാസ്സിൽ നിന്ന് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ,
അതേമാതിരി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് നിങ്ങളോ നിങ്ങൾക്ക് അറിയുന്ന ആർക്കാണെങ്കിലും ദയവ് ചെയ്ത് നിങ്ങൾ എനിക്ക് ചെയ്തു തരേണ്ടുന്ന സഹായം അതാണ്. ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ എനിക്ക് ഓരോരുത്തരായിട്ട് ആഡ് ചെയ്ത് പോയാൽ മാത്രമേ എനിക്ക് ചെറിയ ഒരു വരുമാനം അതിൽ നിന്ന് ലഭിക്കത്തുള്ളൂ ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള രീതിയിൽ. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഞാൻ 100% അതിന് വേണ്ടിയിട്ട് ഞാൻ പൂർണ്ണമായി ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെയാണ് ഞാൻ ഓരോരുത്തർക്കും ഞാൻ എൻ്റെ സർവീസ് ഞാൻ കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ഓക്കെ, താങ്ക് യു.